ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ളൊരു സവാളയും നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു സവാളയിലെ ഒരു പകുതി ഭാഗത്തോളം നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ട് അപ്പോൾ കനം കുറച്ചിട്ട് നല്ല ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാവേ. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റും കൂടി തുറന്ന് വെച്ചിട്ടേ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റിയിട്ട് നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയായിരിക്കും. എങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ ബീട്രൂട്ടൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്തെല്ലാം വാങ്ങിക്കണ ഒരു സമയത്തൊക്കെ ഇത് വെച്ച് എന്തുണ്ടാക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്തില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് സൂപ്പറാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ ട്രൈ ആൻഡ് ടേസ്റ്റി കൊടുക്കുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഈ ഒരു വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മെഴുക്കുവരട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.